അതെ ചേട്ടനായിട്ട് തോന്നിക്കാൻ വേണ്ടി ഗാംഭീര്യത്തിലൊക്കെ സംസാരിക്കണോ? അതെ, ഈ പരിപാടി കഴിഞ്ഞ് കുപ്പി എടുത്തതിന്റെ സ്വഭാവം മാറും. തരാന്ന്. അതെ സാറിപ്പം വരും. സാറ് ഇതാര്? ചേട്ടന്. ചേട്ടന്റെ പേരെന്തോ? ചാണ്ടി. കൃഷ്ണന്റെ ചേട്ടൻ ചാണ്ടിയോ? ചന്തു എന്നാ പേര്. ഞങ്ങൾ ചാണ്ടിന്ന് വിളിക്കും. ചന്തയും കൊണ്ടിയൊക്കെ ഇരി. എന്തിനാ വിളിപ്പിച്ചെന്നറിയാം? കാണാനല്ലേ? എന്നിട്ട് എങ്ങനെ ഉണ്ട്? കുഴപ്പമില്ല, ഒരു തവണ കാണാം. എടോ ഇവന് പഠിക്കണമെങ്കിൽ പെൺപിള്ളേർ ഇടയിരുന്നാലേ പഠിത്തം വരുത്തോളം. ആറുകൊണ്ടിരുന്നാലും പഠിച്ചാ പോരെ. പക്ഷെ പെൺകുട്ടികളോട് പഠിക്കണം. ഞാൻ എന്താ സാറ് പറയുന്നത്? നീ നല്ല സുമയെടുത്ത് എന്തോ കാണിച്ചു? ഞാൻ ഹൃദയം തുറന്നു കാണിച്ചു. ഈ ട്യൂഷൻ ക്ലാസ്സിൽ 50 പെൺപിള്ളേരുണ്ടെങ്കിൽ 48 എണ്ണത്തിൽ ഹൃദയം തുറന്ന് കാണിച്ചിട്ടുണ്ട്. സാറേ ഹൃദയമല്ലേ തുറന്നു കാണിച്ചു, വേറെ ഒന്നുമല്ലേ. പ്രേമിക്കുന്ന അത്ര വലിയ തെറ്റൊന്നുമല്ല. പക്ഷെ നരമ്പത്തരം കാണിക്കുന്ന തെറ്റാണ്. സാറേ ഞങ്ങള് പാരമ്പര്യമായിട്ട് എന്ത് നരമ്പാണ്? അല്ലെന്ന് തറവാടികളാന്ന്. സാറേ ചായ. സാറേ ഇവനെ പറ്റി എനിക്ക് പറയാനുണ്ട്. എന്തോന്ന്? കഴിഞ്ഞ അച്ഛത്തെ ടെസ്റ്റ് പേപ്പറിൽ കൂൾ ഓഫ് ടൈമിൽ കൂൾ വെച്ചിരുന്നവനെ. അത് സാറല്ലേ പറഞ്ഞു ഒന്ന് കൂളായിട്ടിരിക്കാൻ. എന്നിട്ട് ഇത് എന്തുകൊണ്ട് എന്റെ അടുത്ത് നേരത്തെ റിപ്പോർട്ട് ചെയ്തില്ല? ഞാൻ സാറിന്റെ അടുത്ത് പറയാൻ വന്നു. അപ്പൊ സാറ് സ്റ്റാഫ് റൂമിൽ ബിന്ദു ടീച്ചറായിട്ട് മറ്റേ പരിപാടി, എന്തോ പരിപാടി? പേപ്പർ കറക്ഷൻ. കറക്ഷൻ ഇനി ഇവനിവിടെ പഠിപ്പിക്കാൻ പറ്റത്തില്ല. സാറേ ഇവന്റെ ഭാവി. അവന്റെ ഭൂതം പിശാച് മോറൻ. സാറേ ഇവന്റെ അച്ഛൻ. അപ്പൊ നിന്റെ അച്ഛൻ ഇല്ലേ? അത് എന്റെ ഇവന്റെ അച്ഛൻ കിടപ്പിലാണ്. ആകെയുള്ള പ്രതീക്ഷ ഇവനാണ്. അപ്പൊ നിന്നെ ഞാൻ അപ്രതീക്ഷിതമായിട്ടുണ്ടായതാണേ. സാറേ ഇതാ ഇവന്റെ അച്ഛൻ പുറത്ത് പോയിട്ടുണ്ട്. സാർ ഇന്നലെ പറഞ്ഞോണ്ട് പേരൻസ് ഗ്രൂപ്പ് ഇട്ടായിരുന്നു. കിടപ്പിലാന്നല്ലേ പറഞ്ഞു? ഇങ്ങോട്ട് ഇറങ്ങാൻ നേരത്ത് ചോറ് കഴിച്ചിട്ട് കിടക്കുമായിരുന്നു. ഇനി എണീറ്റാ എന്തോ. മിറാക്കിളെ. അപ്പൊ അതിന്റെ എത്തിച്ചേക്കണേ. ശരി എന്നാ വാങ്ങിച്ചു.